ഇന്ന് കപ്പയും കല്ലുമ്മക്കായും ഉണ്ടാക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ എല്ലാം കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ വെച്ച് കൊടുക്കാം. കല്ലുമ്മക്കായ നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിനെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. കല്ലുമ്മക്കായ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഞാൻ ഒരല്പം കൂടുതൽ നേരം നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കും. കാരണം കല്ലുമ്മക്കായ നല്ലതുപോലെ വെന്തില്ല എങ്കിൽ വയറിന് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും അതിൻ്റെ നാരും അഴുക്കും എല്ലാം നീക്കം ചെയ്തെടുത്തിരിക്കണം. അല്ലെങ്കിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പുറത്തുനിന്ന് കല്ലുമ്മക്കായ ഒന്നും വാങ്ങിച്ചങ്ങനെ കഴിക്കാറില്ല. കാരണം അവരെങ്ങനെയാണത് ക്ലീൻ ചെയ്യുന്നത്, എത്രത്തോളം നന്നായിട്ട് കഴുകുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കഴിയുന്നത് വീട്ടിൽ തന്നെ വാങ്ങിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കഴിയുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചെറിയ കല്ലുമ്മക്കായാണ്. അതുകൊണ്ട് ഷേപ്പൊന്നും അത്ര നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല. കല്ലുമ്മക്കായയിലെ വെള്ളമൊക്കെ വറ്റി ഇത് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീണ്ടും അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ സവാളയോടൊപ്പം വഴന്നു വന്നോട്ടെ. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ആവാം. ഒത്തിരി സ്പൈസി ആകണ്ട എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എണ്ണയുടെ അളവ്. ഒത്തിരി എണ്ണ ഇതിലേക്ക് ചേരരുത്. കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തെടുക്കുവാനാണെങ്കിലും സവോളയൊക്കെ വഴറ്റിയെടുക്കാനാണെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രമേ എണ്ണ ചേർത്ത് കൊടുക്കാവൂ. അതായത് ഒത്തിരി എണ്ണ ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന രീതിയിൽ ഇതിലേക്ക് ആകാനായിട്ട് പാടില്ല. എന്നാൽ ആവശ്യത്തിന് എണ്ണ വേണം. ആ എണ്ണയിൽ ഇത് നല്ലതുപോലെ വഴന്ന് വരികയും വേണം. സവാളയുടെ ക്രഞ്ചിനെസ് മാറി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിൽ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി കൂടെ നല്ലതുപോലെ വെന്ത് വന്നോട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് സ്മാഷായി വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയാണത്. നല്ലതുപോലെ ഇളക്കി പൊടികളുടെ പച്ച മണം മാറ്റിയെടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നതല്ല. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. എല്ലാ കല്ലുമ്മക്കായും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കല്ലുമ്മക്കായ മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കപ്പയിലേക്ക് ആവശ്യമായ അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. കപ്പ വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, 2 കാന്താരിമുളക്. അരപ്പിന് വേണ്ടി മാത്രം ഒരു നുള്ള് ഉപ്പ്. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അരപ്പ് റെഡിയായിട്ടുണ്ട്. കപ്പ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം.
ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. 2 പ്രാവശ്യം കപ്പ ഊറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. കപ്പയിലുള്ള കട്ട് മാറാനായിട്ടാണ് 2 പ്രാവശ്യം വെള്ളം ഊറ്റിക്കളയുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. വീണ്ടും കപ്പ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അധികം സമയം വേണ്ടി വരില്ല കപ്പ വെന്ത് വരാനായിട്ട്. കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ വാർത്തെടുക്കാം. കപ്പ വാർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കല്ലുമേക്കായ മസാല ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. കല്ലുമേക്കായയും അരപ്പും എല്ലാം കൂടെ കപ്പയിലേക്ക് നല്ലതുപോലെ യോജിച്ച് വരണം. നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. കല്ലുമേക്കായയും കപ്പയും അരപ്പും എല്ലാം കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എപ്പോഴും കിട്ടുന്ന ഒന്നല്ലല്ലോ കല്ലുമേക്കായ. കല്ലുമേക്കായയുടെ സീസൺ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ കപ്പയും കല്ലുമേക്കായയും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ള സമയമാണെങ്കിൽ ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്